ഉള്ളതെല്ലാം 0. അതാണ്. അപ്പൊ ഇതിനെ നമ്മൾ പൊതുവെ ഡിനോട്ട് ചെയ്യുക I2 0 0 0. ഒരു 2x2 ഐഡന്റിറ്റി മെട്രിക്സ്, ബാക്കിയുള്ളതെല്ലാം 0. അതാണ് ജനറലി ഇങ്ങനെ എഴുതുന്നത്. അതിപ്പോ വേണമെങ്കിൽ ഒരുപാട് സീറോസ് ആവാം, ഇനി വേറെയും ഇവിടെ കുറെ സീറോസ് ഒക്കെ ആവാൻ പ്രശ്നമൊന്നുമില്ല, ഇങ്ങനെ തന്നെ വേണമെന്നൊന്നുമില്ല. ഇപ്പോ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഐഡന്റിറ്റി മെട്രിക്സ് 1 0 0 1, പിന്നെ ഇവിടെ 0. അത് r = 2 ആവുമ്പോൾ, r = 3 ആണെങ്കിൽ 1 0 0, അത് കഴിഞ്ഞ് എല്ലാം സീറോസ് 0 0 1, 0 1 0, പിന്നെ സീറോസ് 0 0 1, ബാക്കിയെല്ലാം സീറോ. ഇത് അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെയാവാം 1 0 0 1, താഴെ സീറോസ്. അതാണ് ഇതുകൊണ്ട് അർത്ഥം. അപ്പൊ അതിൽ ഏതെങ്കിലും ഒരു രൂപത്തിലേക്ക് നമുക്കൊരു മെട്രിക്സിനെ എലമെന്ററി ട്രാൻസ്ഫോർമേഷൻസ് വഴി കൊണ്ടുവരാം. അങ്ങനെയുള്ള ആ ഫോമിനെയാണ് നാം നോർമൽ ഫോം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. സീറോ മെട്രിക്സ് അല്ല, സീറോ മെട്രിക്സ് ഒഴികെ ബാക്കി എല്ലാവരും. ഇവിടെ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം, നേരത്തെ നമ്മൾ കാനോനിക്കൽ ഫോമിലേക്ക് കൊണ്ടുവരുമ്പോൾ റോ ട്രാൻസ്ഫോർമേഷൻസ് മാത്രമേ നടത്താൻ പാടുള്ളായിരുന്നു. ഇവിടെ അങ്ങനെയൊന്നുമില്ല, എല്ലാ ട്രാൻസ്ഫോർമേഷൻസും നമുക്ക് ചെയ്യാം. റോ ട്രാൻസ്ഫോർമേഷനും ചെയ്യാം, കോളം ട്രാൻസ്ഫോർമേഷനും ചെയ്യാം. അപ്പോൾ നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. ഈ എക്സാമ്പിൾ അതൊന്ന് ചെയ്തു നോക്കാം. 1 2 0 -1. അതിലെ ആ രണ്ടാമത്തെയും മൂന്നാമത്തെയും റോകളൊന്ന് പറഞ്ഞു തരണേ. ആദ്യത്തെ റോ 1 2 0 -1 ആണ്. One 2 0 -1. അടുത്ത എന്തായിരുന്നു? കേൾക്കുന്നില്ലേ? Yes, sir. 3 2 5. ഇതായിരുന്നു മെട്രിക്സ്. 1 2 0 -1, 3 4 1 2, -2 3 2 5. ആ മെട്രിക്സിന്റെ നോർമൽ ഫോം കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ചെയ്യുന്നത്. ശരി. ഓരോ ഘട്ടത്തിലും എന്ത് ട്രാൻസ്ഫോർമേഷൻ ആണ് നടത്തുന്നത് എന്ന് നമ്മൾ കൃത്യമായിട്ട് രേഖപ്പെടുത്തണം. നേരത്തെ ചെയ്ത പോലെ തന്നെയാണ്. ഈ 1ന് താഴെയുള്ളതെല്ലാം ആദ്യം 0 ആക്കണം. അപ്പൊ ആദ്യത്തെ റോ അങ്ങനെ തന്നെ. രണ്ടാമത്തെ റോ R2 is changed to R2 - 3R1, 0 -2 1 5. R3 is changed to R3 plus 2R1, 0 7 2 3. ഇനി ചെയ്യേണ്ടത് ഈ 1 വരുന്ന ഈ കോളത്തില്, 1 വരുന്ന റോയില്, 1ന്റെ കോളത്തിലെല്ലാം 0 ആക്കി, അതിലെ റോയിലെല്ലാം 0 ആക്കണം. അപ്പൊ കോളം ഓപ്പറേഷൻസ് നടത്തണം. ആദ്യത്തെ കോളം അങ്ങനെ തന്നെ. രണ്ടാമത്തെ കോളം C2 is changed to C2 -2 C1. ഇത് 0, ഇത് -2, ഇത് 7. C3ക്ക് പ്രശ്നമൊന്നുമില്ല, അവിടെ ഓൾറെഡി 0 ആണ്. C4 is changed to C4 plus C1, 0 5 3. ഇനി ഇവിടത്തെ എലമെന്റ് ഐഡന്റിറ്റി മെട്രിക്സുകളാണല്ലോ, ഈ ലെഫ്റ്റ് ടോപ്പ് കോർണറിൽ ഐഡന്റിറ്റി മെട്രിക്സ് പോലെ ഉണ്ടാക്കിയെടുക്കണം. അപ്പൊ ഇവിടെ 1 ആവണം. ഒന്ന് ചെയ്യാവുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനെ ത്രൂ ഔട്ട് -2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഫ്രാക്ഷൻസ് ഒക്കെ വരും. അങ്ങനെ ചെയ്തുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. അപ്പൊ നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ടാമത്തെ കോളവും മൂന്നാമത്തെ കോളവും ഒന്ന് ഇന്റർചേഞ്ച് ചെയ്താൽ മതി. C2ഉം C3യും ഇന്റർചേഞ്ച് ചെയ്യുന്നു. 1 0 0 0 1 2 0 -2 7 0 5 3.
ഇനി ഈ 1 വന്നില്ലേ, പുതിയതായിട്ട് നമ്മൾ 1 വന്ന് അതിന്റെ റോയിലും കോളത്തിലും 0 വരണം. അപ്പൊ ആദ്യം റോയിൽ 0 വരുത്തണം. ഇവിടെ ഓൾറെഡി 0 ആണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് അത് പ്രശ്നമില്ല. ആദ്യത്തെ റോ അങ്ങനെ തന്നെ, രണ്ടാമത്തെ റോ അങ്ങനെ തന്നെ. ഈ 2വിനെ 0 ആക്കണം. അപ്പോ R3 is changed to R3 minus 2R2. 0, 0, 11 minus 7. ഓക്കെ അല്ലേ? ഇത് ഇതുവരെ മനസ്സിലാവാത്തുണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. Is that okay? കേൾക്കാലോ അല്ലേ? Yes, sir. ദിസ് ഈസ് ഇനി എന്ത് വേണം? ഈ 1 വരുന്ന ആ റോയിലെ എലമെന്റുകളെല്ലാം 0 ആക്കണം. അപ്പൊ കോളം ഓപ്പറേഷൻസ് ചെയ്യണം. ആദ്യത്തെ കോളം ഇങ്ങനെ 0, 1, 0. C3 is changed to C3 plus 2C2. ഇത് 0, 0, 11. C4 is changed to C4 minus 5C1, not C1, 5C2. 0, 0, minus 7. ക്ലിയർ ആണോ അത്? Yes, sir. Then this is ഈ 11നെ 1 ആക്കണം. അത് എളുപ്പമാണ്. C3യെ 1/11 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ എന്ത് വരും? 1, 0, 0, 0, 1, 0, 0, 0, 1, 0, 0, minus 7. ഇനി ആ 1ന്റെ കോളത്തിലും റോയിലും 0 ആക്കണം. കോളത്തിൽ ഓൾറെഡി 0 ആണ്. റോയിൽ 0 ആക്കാൻ കോളം ഓപ്പറേഷൻ ചെയ്യണം. 1, 0, 0, 0, 1, 0, 0, 0, 1. ഫോർത്ത് കോളത്തിനെ എങ്ങനെ മാറ്റുക? C4 plus 7, 3, 0. അതായത് ഇതെന്തായി? ഈക്വൽ ടു I3 0 എന്ന മാതൃകയിലായി. 3/3 ഐഡന്റിറ്റി മെട്രിക്സ്, അതിന്റെ വലതുഭാഗത്ത് 0. അതാണ് അതിന്റെ നോർമൽ ഫോം. അങ്ങനെ വന്നാൽ റാങ്ക് എന്നത് 3 ആണ്. IR 00കൾ വന്നു കഴിഞ്ഞാൽ റാങ്ക് 6 ആണ് എന്നാണ് നമ്മൾ പറഞ്ഞത്. അങ്ങനെയാണ് ആ പ്രോബ്ലം അവരിവിടെ ചെയ്തിട്ടൊക്കെ ഉണ്ട്. അവരെല്ലാ ഓപ്പറേഷൻസ് ഒക്കെ എഴുതിയിട്ടുണ്ട്. നമ്മളത് സെപ്പറേറ്റ് ആയിട്ട് ചെയ്തു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് ഒരു എക്സാമ്പിൾ. അടുത്ത എക്സാമ്പിൾ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. സീറോ 2 3 4 അതൊന്ന് ഓർത്ത് പറയണേ. 0 2 3 4 ആദ്യത്തെ റോ ഞാൻ ഓർക്കാം. 0 2 3 4. അടുത്ത റോ എന്തായിരുന്നു? 2 3 5 4. ഓക്കെ, 2 3 5 4. അടുത്തതോ? 4 8. ഓക്കെ, 13 12. ഓക്കെ, 4 8 13 12. ഓക്കെ, അപ്പൊ ഇവിടെ ആദ്യം 0 ഒക്കെ കിടക്കണേ. നമുക്കൊരു കാര്യം ചെയ്യാം. ഈ 2 റോകള്, ആദ്യത്തെ 2 റോകൾ അങ്ങ് ഇന്റർചേഞ്ച് ചെയ്തേക്കാം. ഏത് രീതിയിൽ വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. വേണമെങ്കിൽ കോളങ്ങൾ ഇന്റർചേഞ്ച് ചെയ്യാം, എങ്ങനെയായാലും പ്രശ്നമൊന്നുമില്ല. ഇങ്ങനെ ചെയ്യാൻ വേണമെങ്കിൽ ആദ്യം തന്നെ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ചെയ്ത് നോക്കാം. നമുക്ക് സൗകര്യമുള്ള പോലെയൊക്കെ ചെയ്യാം. കറക്റ്റ് ആയിരിക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഈ ഫസ്റ്റ് കോളത്തിനെ 1/2 കൊണ്ട് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യാം. ഫസ്റ്റ് കോളം. അപ്പൊ 0 1 2. മറ്റേത് 2 3 8 3 5 13.
ഇനി ഉണ്ടല്ലോ വെറുതെ ഇത് ഇവിടെ 4 4 12 ആണല്ലോ, വെറുതെ വലിയ നമ്പറുകൾ വേണ്ടല്ലോ എന്നുള്ളതുണ്ട്. 4 4 12 എഴുതിയാലും പ്രശ്നമൊന്നുമില്ല. C4 എന്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു 1/4 കൊണ്ട് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്തേക്കാം. 1 1 3 എന്ന് വരും. ചെറിയ നമ്പറുകളാവും എന്നുള്ളൊരു സൗകര്യം മാത്രം. അടുത്തതിൽ എന്ത് ചെയ്യും കഴിഞ്ഞാല് ആദ്യത്തെ 2 റോകൾ അങ്ങ് ഇന്റർചേഞ്ച് ചെയ്യും. R1 R2 ആദ്യത്തെ എലമെന്റ് 1 ആക്കാൻ വേണ്ടിയിട്ടത് 1 3 5 1 0 2 3 1 2 8 13 3. ഇനി ആദ്യത്തെ ആ 1 വന്ന കോളത്തിൽ എല്ലാം 0 ആക്കണം. അപ്പൊ റോ ഓപ്പറേഷൻ ആണ് ചെയ്യേണ്ടത്. ആദ്യത്തെ റോ അങ്ങനെ തന്നെ 1 3 5 1. രണ്ടാമത്തെ റോയിൽ 0 ആണല്ലോ ഓൾറെഡി 0 2 3 1. മൂന്നാമത്തെ റോയിൽ എന്ത് ചെയ്യും കഴിഞ്ഞാൽ R3 ഈസ് ചേഞ്ച് ടു R3 മൈനസ് 2 R1. ഇത് 0 2 3 1. ഓക്കെ ആണോ അത്? തെറ്റിയിട്ടില്ലല്ലോ അല്ലെ? Clear, sir. അടുത്തതിൽ എന്ത് ചെയ്യും കഴിഞ്ഞാൽ ഇനി ഇവിടെ 1 ആണ് വരണ്ടേ, ഇവിടെ 2 ആണ്. അപ്പൊ ഡിവൈഡ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഫ്രാക്ഷൻ വരുന്നുള്ളതുകൊണ്ട് എന്ത് ചെയ്യും കഴിഞ്ഞാല് ആ രണ്ടാമത്തെ കോളവും നാലാമത്തെ കോളവും അങ്ങ് ഇന്റർചേഞ്ച് ചെയ്തേക്കാം. 1 0 0 1. അതിനു മുമ്പ് വേറൊരു കാര്യം ചെയ്യേണ്ടതുണ്ട്, അത് മറന്നുപോയി. അതായത് ആ 1ന്റെ കോളത്തിലും എല്ലാം 0 ആക്കണം, കാര്യം മറന്നു. നമുക്ക് അത് കഴിഞ്ഞിട്ട് ബാക്കി ഇതിലേക്ക് പോയാൽ മതി. റോയിൽ മാത്രമേ 0 ആക്കിയുള്ളൂ, കോളത്തിലും കൂടി നമുക്ക് ചെയ്തേക്കാം. അങ്ങനെയാണ് ചെയ്യേണ്ടത്. ആദ്യം അത് 0കളാക്കി പോവുക, അതാണ് അതിന്റെ ഒരു രീതി. അല്ലാതെ ചെയ്താലും പ്രശ്നമൊന്നുമില്ല, പക്ഷെ അവസാനം നമ്മൾ അങ്ങനെ ആക്കി എടുക്കണമല്ലോ. അപ്പൊ 1 0 0. ഇനി എന്തായി? C2 ഈസ് ചേഞ്ച്ഡ് ടു C2 മൈനസ് 3 C1. ഇത് 0 2 2. Then C3 is changed to C3 minus 5 C1. 0 3 3. The 0 ആയതുകൊണ്ട് കാൽക്കുലേഷൻ ഒക്കെ എടുക്കാം. C4 is changed to C4 minus C1. 0 1 1. ഇനിയിപ്പോ ഡിവൈഡ് ചെയ്താലും പ്രശ്നമൊന്നുമില്ല. അപ്പൊ നമുക്ക് അങ്ങ് ഡിവൈഡ് ചെയ്തേക്കാം. ആരെയൊക്കെ? എല്ലാവരെയും അങ്ങ് ഡിവൈഡ് ചെയ്തേക്കാം അല്ലെ. അതായത് C2-നെ 1/2 C2 ആക്കുക. ആദ്യത്തെ 1 0 0 തന്നെ, ഇത് 0 1 1. അത്രമാത്രം ചെയ്താൽ മതി. പിന്നെ എന്തിനാ വെറുതെ 0 3 3 0 1 1. ഇനി എന്ത് ചെയ്യുക? ആ 1ന്റെ താഴെയുള്ള അയാളെ 0 ആക്കണം. 1 0 0 0 0 1 3 1. R3ക്ക് R3 മൈനസ് R2 ആക്കണം. എന്തായി? 0 0 0 0. ഇനി ആ 1ന്റെ കോളത്തിലുള്ള എല്ലാവരെയും 1ന്റെ റോയിലുള്ള എല്ലാവരെയും 0 ആക്കണം. 0 0 1 0. C3 ഈസ് ചേഞ്ച് ടു C3 മൈനസ് 3 C2. അതുപോലെ C4 ഈസ് ചേഞ്ച് ടു C4 മൈനസ് C2. എന്തായി? 0 0 0 0 0 0. ഇത് എന്തായി ആക്ച്വലി? ഇത് യഥാർത്ഥത്തില് I2 0 0 0. റാങ്ക് എന്തായി? 2 ആയി. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. അവരതിന്റെ എലമെന്ററി ട്രാൻസ്ഫോർമേഷൻസ് ഒക്കെ വിശദീകരിച്ചിട്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്തു എന്നുള്ളത് മാത്രമാണ്. ഇവർ ചെയ്ത പോലെ ഒന്നും ആവണമെന്നില്ല നമ്മൾ ചെയ്തത്. നമുക്ക് സൗകര്യപ്രദമായിട്ടുള്ള രീതിയിലൊക്കെ ചെയ്യാം. കോളംസും റോസും ഒക്കെ ഇന്റർചേഞ്ച് ചെയ്യാം. കറക്റ്റ് ആയിരിക്കണം, ചെയ്യുന്നതെല്ലാം എലമെന്ററി ട്രാൻസ്ഫോർമേഷൻസ് ആയിരിക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് മനസ്സിലായോ? Yes, sir. ഇനി നമുക്ക് ഈ എക്സാമ്പിൾ ഒന്ന് ചെയ്തു നോക്കാം. 1 2 മൈനസ് 1 4. ബാക്കി നിങ്ങൾ ഓർക്കണേ. വൺ 2 മൈനസ് 1 4. പിന്നെ എന്തായിരുന്നു?
2435. ഓക്കെ 2 4 3 5. അടുത്തതോ -1 -2 6 -7. ഓക്കെ നിങ്ങളൊന്ന് പറയൂ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് പറയൂ. നമുക്ക് മനസ്സിലായോ എന്ന് നമുക്കൊന്ന് നോക്കാം. നിങ്ങൾ പറയുന്ന പോലെ ചെയ്യാം. എന്താ ചെയ്യേണ്ടത് ആദ്യം? ആ ട്രാൻസ്ഫോർമേഷൻസ് പറയൂ, എലിമെന്ററി ട്രാൻസ്ഫോർമേഷൻസ്. R2 -2 R1. R2 changes to R2 minus 2 R1. അപ്പൊ R1 അങ്ങനെ തന്നെ നിർത്താലേ. 1 2 -1 4. അപ്പൊ എന്ത് വരുന്നു അറിയൂ നിങ്ങൾ? R2ന് ഈ ചേഞ്ച് വരുത്തുമ്പോ എന്താ വരിക എന്ന് നിങ്ങൾ പറയൂ. വേഗം പറയൂ. -005 -3. -2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഓക്കെ. ഇനിയോ R3യോ? R3ക്ക് മാറ്റം വരുത്തണ്ടേ? R3 R3 equal to R1. R3 plus R1. അപ്പൊ 0 0 5 -3 തന്നെ അല്ലേ? ഇനി എന്താ അടുത്തത് ചെയ്യണ്ടേ? പറയൂ, നിങ്ങൾ പറയൂ. അടുത്തത് ചെയ്യേണ്ടത് എന്താന്ന് പറയൂ. എന്താ വേണ്ട ഇനി? എന്താണ് ആവശ്യം എന്ന് പറയൂ. അല്ലെങ്കിൽ ട്രാൻസ്ഫോർമേഷൻ പറഞ്ഞാലും മതി. C2 changes to C2 minus 2C1. എക്സാക്ട്ലി. C2 changes to C2 minus 2C1. അപ്പൊ കോളത്തിലാണ് ഇനി ചെയ്യുന്നത്. അപ്പൊ ഇത് എന്തായി മാറും? 0 0 0 എന്നായി മാറും. C3ക്കോ? C3 changes to C3 plus C1. C3 plus C1. അപ്പൊ ഇത് എന്തായി മാറും? 0 5 5 എന്നായി മാറും. C4 changes to C4 minus 4C1 അല്ലേ? 0 -3. ഇനി എന്ത് ചെയ്യും നിങ്ങള്? അടുത്ത സ്റ്റെപ്പ് C3 1/5 C3. അപ്പോ C3 changes to 1/5 C3 ചെയ്തേക്കാം. 1 0 0 0 0 0 0 1 1 0 -3 -3. ഇനി എന്ത് ചെയ്യും? R3 equals R3 minus R2. അതിനു മുമ്പ് നോക്കൂ, ഈ 1ന്റെ പൊസിഷൻ ഇങ്ങോട്ടാക്കണം. നമ്മൾ നോർമൽ ഫോം ആണ്. നോർമൽ ഫോം ആവുമ്പോൾ ഈ ലെഫ്റ്റ് എക്സ്ട്രീമിൽ ഐഡന്റിറ്റി മെട്രിക്സിനെ കൊണ്ടുവരാൻ ശ്രമിക്കണം. അവസാനം ആക്കിയാലും മതി, എങ്കിലും നമ്മൾ അത് ആദ്യമേ ചെയ്തു പോകുന്നതാണ് ഉചിതം. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ ചെയ്യാവുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ C3യും C2വും ഒന്ന് ഇന്റർചേഞ്ച് ചെയ്തേക്കാം. അപ്പൊ നമുക്ക് 1 0 0 0 1 1 0 0 0 0 -3 -3. അതിനുശേഷം നിങ്ങൾ പറഞ്ഞ പോലെ R3 changes to R3 minus R2 എന്നാക്കാം. നമുക്ക് എന്ത് വരും? 1 0 0 0 ഉണ്ട്, 0 1 0 -3 ഉണ്ട്, 0 0 0 0. ഇനി എന്തുകൂടി ചെയ്താൽ മതി? C4 changes to C4 plus 3C2. എന്ത് വരും? 1 0 0
0 1 0 0 0 0 0 0 0. അതായത് എന്താണ് വരുന്നത്? I2 0 0 0 എന്ന് എഴുതാം. റാങ്ക് എന്ന് പറയുന്നത് 2 ആണ് എന്ന് കിട്ടും. Is that okay? Yes, sir. Yes, sir. അപ്പൊ ഇതിന്റെ റാങ്ക് ഇവിടെ എഴുതിയിട്ടൊക്കെ ഉണ്ട്. ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ റാങ്ക് ഈ നോർമൽ ഫോമിലേക്ക് വരും. അത് നമുക്ക് ഈ പ്രോബ്ലം ഒന്ന് ചെയ്തു നോക്കാം. ഇതിനെ എങ്ങനെ മാറ്റാം? നമുക്ക് ആദ്യം നമുക്ക് R2 changes to R2 minus 2R1. അപ്പോൾ നമുക്ക് എന്തായി? 1 2 minus 3 minus 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ആഡ് ചെയ്യുക. 0 1 2. ഇനി എന്ത് വേണം നമുക്ക്? that changes to കോളത്തില് 1 0. C2 changes to C2 minus 2C1, അതായത് 0 1. C3 changes to C3 plus 3C1, അതായത് 0 2. ഇനി എന്ത് വേണം? This is equal to, ഇവിടെ ഓൾറെഡി 1 ആയി കഴിഞ്ഞു. അപ്പൊ ഈ കോളത്തിൽ ആക്കിയാൽ മതി. അപ്പൊ 1 0 0 1. C3 changes to C3 minus 2C2, എന്തായി? 0. അതായത് ഇത് എന്താണ് ആക്ച്വലി? ഇത് I2 0 ആണ്. റാങ്ക് എന്താണ്? റാങ്ക് എന്ന് പറയുന്നത് 2 ആണ്. ക്ലിയർ ആണോ? Yes, sir. നമുക്കിത് നോക്കാം. ഇത് നമ്മൾ നേരത്തെ ചെയ്തൊരു പ്രോബ്ലം പോലെ ഉണ്ട്. എന്നാലും നമുക്ക് നോർമൽ ഫോമിലേക്ക് കൊണ്ടുവന്നൊന്ന് ചെയ്ത് നോക്കാം. 1 2 3 4 3 4 1 2 4 3 1 2. നോർക്കണേ. One 2 3 4 3 4 1 2 4 3 1 2 എന്നാണോ? Yes, sir. 4 3 1 2. ആയിക്കോട്ടെ, ശരി. അപ്പൊ നമുക്ക് ആദ്യം റോ ട്രാൻസ്ഫർമേഷൻസ് നടത്താം. R2 is changed to R2 minus 3R1 and R3 is changed to R3 minus 4R1. R1 അങ്ങനെ തന്നെ. So 1 2 3 4 minus 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ആഡ് ചെയ്യുന്നു. So minus 2 minus 8 minus 10 then minus 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ആഡ് ചെയ്യുന്നു. minus 5 minus 11 minus 14. ശരിയാണല്ലോ അല്ലേ? ശരിയാണെന്ന് തോന്നുന്നു. ഓക്കെ, ഈ കോളത്തിൽ നോക്കാം. 1 0 0. രണ്ടാമത്തെ കോളം C2 is changed to C2 minus 2C1. 0 minus 2 minus 5. C3 is changed to C3 minus 3C1. 0 minus 8 minus 11. C4 is changed to C4 minus 4C1. 0 minus 10 minus 14. അടുത്തതിൽ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രണ്ടാമത്തെ റോയെ ഒരു -1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തേക്കാം. 1 0 0 0 0 1 4 5 0 minus 5 minus 11 minus 14. അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യാം? ഈ R3 plus 5 R2 എന്ന് എഴുതാം. 1
0 0 0 0 1 4 5 0 0 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ആഡ് ചെയ്യുക. 9 11. ഇനി ആ കോളത്തില് മാറ്റം വരുത്തണമല്ലോ. ചേഞ്ച് ടു 1 0 0 0 1 0. C3ക്ക് എന്ത് മാറ്റം വരുത്തണം? C3 മൈനസ് 4 C2 എന്നാക്കണം. C4നെ C4 മൈനസ് 5 C2 എന്നാക്കണം. എന്താവും ഇത്? 0 0 9 0 0 11. ഇനി എന്ത് വേണം? C3യെ 1/9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 1 0 0 0 1 0 0 0 1 0 0 11. ഇനി എന്ത് വേണം? C4നെ C4 മൈനസ് 11 C3 1 0 0 0 1 0 0 0 1 0 0 0. അതായത് അത് I3 0. അതായത് അതിന്റെ റാങ്ക് 3 ആണ് എന്ന് കിട്ടും. ഓക്കെ ആണോ അത്? Yes, sir. ബാക്കി ഇനി ഈ 3 പ്രോബ്ലംസ് ഉണ്ട്. ഈ 3 പ്രോബ്ലംസും നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയാൽ മതി. ഇതുപോലെ തന്നെ കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. അതാണ് നോർമൽ ഫോമിലേക്ക് റെഡ്യൂസ് ചെയ്ത് റാങ്ക് കാണുന്ന പ്രക്രിയ. ശ്രദ്ധിക്കേണ്ട കാര്യം, നോർമൽ ഫോമിലേക്ക് റെഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് റോ ഓപ്പറേഷൻസും കോളം ഓപ്പറേഷൻസും ചെയ്യാം. അതേസമയം കാനോണിക്കൽ ഫോമിലേക്ക് കൊണ്ടുവരുമ്പോൾ എലിമെന്ററി റോ ട്രാൻസ്ഫോർമേഷൻസ് മാത്രമേ നമ്മൾ ചെയ്യാൻ പാടുള്ളൂ. എന്തെങ്കിലും സംശയങ്ങളോ ചോദ്യങ്ങളോ ഉണ്ടോ? ഓക്കെ, ഇല്ലെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. Thank you, sir.